കണ്ണൂർ താവക്കര പുതിയ ബസ് സ്റ്റാൻഡിന് പിറകിൽ തോട് കയ്യേറി നിർമ്മിച്ച കെട്ടിടം പൊളിച്ചു നീക്കാൻ കോർപ്പറേഷനിൽ സമ്മർദ്ദം ശക്തം. നാട്ടുകാർക്കൊപ്പം സിപിഎമ്മും ചേർന്നതോടെ വിഷയം സജീവ ചർച്ചയാണ്. കെട്ടിടം പൊളിക്കാൻ ഉത്തരവായിട്ടും നടപടിയെടുക്കാതെ കോടതിയിൽ പോകാൻ അവസരമൊരുക്കിയത് കോർപ്പറേഷനാണെന്നാണ് സിപിഎം ആക്ഷേപം. താവക്കരയിൽ BOT ബസ് സ്റ്റാൻഡ് പണിയുന്ന ഘട്ടത്തിലാണ് തോട് കയ്യേറി കെട്ടിടം നിർമ്മിച്ചത്. അന്നു പക്ഷേ അത് നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നില്ല. തോടിനു മുകളിൽ സ്ലാബിട്ട് കോർപ്പറേഷൻ ഒരു ഭാഗത്തും കടന്നപ്പള്ളി രാമചന്ദ്രൻ MLAയുടെ ഫണ്ട് ഉപയോഗിച്ച് മറുഭാഗത്തും റോഡ് നിർമ്മിച്ചതോടെയാണ് ഈ കയ്യേറ്റം നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടത്. തോടിനു മുകളിലുള്ള കെട്ടിടം റോഡ് പൂർത്തിയാക്കുന്നതിന് തടസ്സമായി. ഈ വിഷയം 2024 മേയറുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ പോയപ്പോൾ അപമാനിച്ചുവിടുന്ന സാഹചര്യമാണ് ഉണ്ടായതെന്നാണ് പ്രദേശത്തെ സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ പറയുന്നത്. ലേഡീസാണ് ടിഒ മോഹൻ ഇങ്ങോട്ട് വിളിച്ചത്. ഇതിന് മീറ്റിങ്ങിന് വേണ്ടി ഇങ്ങോട്ട് വന്നതായിരുന്നു. അപ്പം അയാളോട് ഈ ഇതെല്ലാം പറഞ്ഞ് ഈ കാര്യങ്ങളെല്ലാം പറയുന്ന സമയത്ത് അയാൾ വളരെ മോശമായിട്ടാണ് ലേഡീസിനോടെല്ലാം പെരുമാറിയത്. കുറച്ച് ബഹുമാനക്കുറവ്, പ്രായമുള്ള കുട്ടികളെല്ലാം അവരോടെല്ലാം ഒരു ബഹുമാനം ആവശ്യമാണല്ലോ. അങ്ങനെയൊന്നും ഇല്ലാതെ ചീത്ത പറയുന്ന പോലെയാണ് സംസാരിച്ചത്. നവകേരള യാത്രയിൽ മുഖ്യമന്ത്രിക്ക് നാട്ടുകാർ പരാതി നൽകിയതിനെ തുടർന്ന് കയ്യേറ്റം ഒഴിപ്പിക്കാൻ ഉത്തരവായിരുന്നു. ആ ഉത്തരവ് നടപ്പാക്കാതെ കയ്യേറ്റക്കാർക്ക് കോടതിയിൽ പോകാൻ അവസരമൊരുക്കുകയാണ് കോർപ്പറേഷൻ ചെയ്തതെന്നാണ് CPM ജില്ലാ സെക്രട്ടറി KK രാഗേഷ് പറയുന്നത്. കോർപ്പറേഷൻ അന്ന് ശക്തമായ നടപടി സ്വീകരിച്ചിരുന്നുവെങ്കിൽ ലക്ഷങ്ങൾ ചെലവഴിച്ച് നിർമ്മിച്ച റോഡ് നാട്ടുകാർക്ക് ഉപയോഗിക്കാൻ കഴിയുമായിരുന്നുവെന്നും രാഗേഷ് വ്യക്തമാക്കി. CPM ഈ വിഷയത്തിൽ ഇടപെട്ടതോടെ കയ്യേറ്റ പ്രശ്നം വ്യാപക ചർച്ചയാണ്. ഇതിനു പിന്നാലെയാണ് UDF തന്നെ ഭരിക്കുന്ന കോർപ്പറേഷൻ സെക്രട്ടറിയെ കോൺഗ്രസ് ഉപരോധിച്ചത്. കയ്യേറ്റം ഒഴിപ്പിക്കണമെന്ന കോടതി ഉത്തരവുണ്ടെന്നാണ് പ്രദേശവാസികളും പറയുന്നത്. കയ്യേറ്റം കോർപ്പറേഷൻ ഒഴിപ്പിക്കുന്നില്ലെങ്കിൽ നാട്ടുകാർ അത് പൊളിക്കുമെന്ന മുന്നറിയിപ്പാണ് CPM നൽകിയിട്ടുള്ളത്. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.